നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഞാൻ ആ ഗ്ലൈഡേഴ്സിന്റെ മുകളിൽ ചാടി കയറിയേ പറ്റൂ. ആദ്യം ഈ ഗ്ലൈഡർ പറപ്പിക്കുന്നവനെ വേണം പിടിക്കാൻ. സൺ സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സൺ സിറ്റിയുടെ വിജയത്തിനായി ജസ്റ്റ് 51 റൺസ് മാത്രം മതി. ഇതാ വീണ്ടും ഒരു സിക്സർ. വളരെ നല്ല ബൗളിംഗ്. ഇതാ അദ്ദേഹം ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞു. ഗ്രൗണ്ടിലേക്ക് ഇതാ ഇറങ്ങി വരുന്നു മോണ്ടി. ഈ ക്രിക്കറ്റ് മാച്ചിന്റെ സെമിഫൈനൽസ് കാണുമ്പോ എനിക്ക് തോന്നുന്ന ഫീലിംഗ് നീ 2 വാക്കിൽ പറയണമെങ്കിൽ അത് സൂപ്പർ എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റിനെക്കാളും വളരെയധികം എക്സൈറ്റ്മെന്റ്. സൂപ്പർ അല്ല, സൂപ്പർ ഡൂപ്പർ എക്സൈറ്റ്മെന്റ്. ഞാനൊരല്പം എക്സൈറ്റിംഗ് എന്തെങ്കിലും കഴിച്ചോട്ടെ. ഇത് കാണാൻ വളരെ ജോളിയാണ്. നമ്മുടെ ടീമിന്റെ ബെസ്റ്റ് ബൗളർ ബിന്നി തനിച്ച് 7 വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അത് കലക്കി. അയ്യോ, വിക്കറ്റ് എടുത്തല്ലേ പറ്റൂ. കാരണം നമ്മുടെ ടീമിന്റെ ബെസ്റ്റ് ഫീൽഡർ വിക്രം ചാടി 5 ക്യാച്ച് എടുത്തില്ലേ. കൊരകൻ വലിച്ചെറിഞ്ഞ മത്തങ്ങ മുകളിൽ നിന്ന് താഴേക്ക് വീണത് മുയലിന്റെ മേലെ വീണത് ചട്ടിനിയായി പോയി. സാറിപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ സൺസിറ്റി ടീം ബോളിംഗും ഫീൽഡിംഗും നന്നായി ചെയ്യുന്നുണ്ടെന്നാ. ഇനി നന്നായി ബാറ്റിംഗ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അവർ ജയിക്കണമെങ്കിൽ 6 ബോളിൽ 36 റൺസ് എടുക്കണം. അതായത് എല്ലാ ബോളിലും സിക്സർ അടിക്കണം. ഡോണ്ട് വറി ജൂനിയർ ജാസ്വസ് അങ്കിൾ, മോണ്ടി നമ്മുടെ ടീമിലെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്. തീർച്ചയായിട്ടും ഈ മാച്ചിൽ നമ്മുടെ ടീമായിരിക്കും വിജയിക്കുക. അടിപൊളി ബോൾ. ആ ബോൾ ഇതാ ബൗണ്ടറിയിലേക്ക് പോകുന്നു. വീണ്ടും ഒരു സിക്സർ. കോച്ച്, സൺസിറ്റി ടീം വളരെ നന്നായി കളിച്ചോണ്ടിരിക്കുക. തീർച്ചയായിട്ടും അവർ തന്നെയായിരിക്കും നമ്മുടെ കൂടെ ഫൈനലിൽ കളിക്കാൻ പോകുന്നത്. ബോബ്, നമ്മൾ നല്ലോണം കളിക്കണം. എങ്കിലേ നമുക്ക് ഫൈനൽസിൽ ജയിക്കാൻ പറ്റൂ, ഡയമണ്ട് ട്രോഫി സ്വന്തമാക്കാൻ പറ്റൂ. കോച്ച്, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, തീർച്ചയായിട്ടും ആ കപ്പ് നമ്മൾ തന്നെയായിരിക്കും സ്വന്തമാക്കുന്നത്. വീണ്ടും ഒരു സിക്സർ. ഇപ്പോൾ സൺസിറ്റി മാച്ചിൽ ജയിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ അവർ കളിക്കാൻ പോകുന്നത് LOC ടീമിനൊപ്പമാണ്, അതും ഫൈനൽ മാച്ച്. മോണ്ടി ചേട്ടൻ, ബെന്നി ചേട്ടൻ, പിന്നെ വിക്രം ചേട്ടനൊക്കെ 3-man ആർമി പോലെയാ. അവര് കൂടെ ഉള്ളപ്പോ നമ്മുടെ സൺസിറ്റി ടീമിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. യു ആർ റൈറ്റ് ട്വിങ്കിൾ. വാ, നമുക്ക് ചെന്ന് നമ്മുടെ ടീമിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം.
സതീഷ്, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കളിച്ചു. കലക്കി കളഞ്ഞു, അടിപൊളി. നിങ്ങൾ തുടർച്ചയായി ഇതുപോലെ കളിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ ഡയമണ്ട് ട്രോഫി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതെ അതെ, അത് നിങ്ങൾ സ്വപ്നം കണ്ടാൽ മാത്രം മതി. ഫൈനൽ മാച്ചിൽ ഞങ്ങളുടെ ടീമായിരിക്കും ജയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പോൾ തന്നെ തോറ്റു അങ്ങ് സമ്മതിച്ചേക്ക്. ബോബി ചേട്ടാ, നിങ്ങളിപ്പോ ഞങ്ങളുടെ ടീമിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. അത് വളരെ റോങ്ങാ. റോങ്, റൈറ്റ്, ഫൈറ്റ്, അത് ഏതായാലും ശരി, ഈ ഫൈനൽ മാച്ചിൽ ഞങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത്. ബോബ്, നിങ്ങൾ തമ്മിൽ അവിടെ എന്തോ ഒരു തർക്കം. സോറി പറയൂ. സോറി പറയേ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഫൈനൽ മാച്ച് ഒന്ന് സസ്പെൻഡ് ചെയ്യും. ഞാൻ നിങ്ങളുടെ കോച്ചാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. മനസ്സിലായില്ലേ? പറ, സോറി പറ. ശരി, സോറി എവരിവൺ. ഫൈനൽ മാച്ചിൽ എന്റെ ടീം തന്നെയായിരിക്കും ജയിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ടീം തന്നെ വിജയിക്കും. യെസ്, പ്രാക്ടീസ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ പെർഫെക്റ്റ്. ഗേറ്റ് തുറക്ക്. ആരാ നീ? പ്ലെയർ. നീ ഏത് ഗെയിമാ കളിക്കുന്നത്? ചിരിപ്പിക്കും പിന്നെ കരയിക്കും. ചിരിപ്പിക്കും, കരയിക്കും എന്റെ കൺ. പിന്നെ ചാൻസ് കിട്ടിയാൽ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. അതെല്ലാം എന്റെ ഈ സ്പെഷ്യൽ ഗണ്ണിൽ നിന്നും പുറത്തേക്ക് വന്ന ഗ്യാസ് ബുള്ളറ്റ്സിന്റെ പവറാണ്. ഞാൻ വിചാരിച്ചാൽ ഇത് വെച്ച് ആരെ വേണമെങ്കിലും ചിരിപ്പിക്കാനും പറ്റും, കരയിപ്പിക്കാനും പറ്റും. ചിരിപ്പിക്കും, കരയിപ്പിക്കും, അതാണ് എന്റെ ഗൺ. ചാൻസ് കിട്ടുമ്പോ ഞാൻ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഇനി എല്ലാവരും ജോളിയായിരിക്കും. എന്റെ ഈ ഗണ്ണ് കാരണം എന്റെ ജോലി വളരെ ഈസി ആയി തീർന്നു. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഭാഗത്തുനിന്നാണ് വരുന്നത്. സൂപ്പർ സ്പീഡോയും വിളിച്ചോണ്ട് നമ്മൾ ഉടൻ തന്നെ അങ്ങോട്ട് ചെന്നേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം നീ സൺസിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ചെല്ല്. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. അവര് 3 പേരാണ് നമ്മുടെ ടാർഗറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അതുപോലെ ചെയ്തേക്ക്. ചെല്ല്, അവര് 3 പേരെയും പാർസലേറ്റേക്ക്. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഇവരുടെ ഈ 3 ബെസ്റ്റ് പ്ലേയേഴ്സ് ഇല്ലാതെ സൺസിറ്റിയുടെ ക്രിക്കറ്റ് ടീം എങ്ങനെ ജയിക്കുമെന്ന് നോക്കാം. ചിരിപ്പിക്കും പിന്നെ കരയിപ്പിക്കും, അതാണ് എന്റെ ഗൺ. ചാൻസ് കിട്ടുമ്പോ ഞാൻ നൈസായി എസ്കേപ്പ് ആകും.
ഇവിടെയുള്ള ഗാർഡ്സ് ഒക്കെ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹലോ ഗാർഡ് അങ്കിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പറ്റിയത്? എന്റെ ദൈവമേ, ചിലര് കരയുന്നുണ്ട്, ചിലര് ചിരിക്കുന്നു. എന്താ ഇതൊക്കെ? ദേ അങ്ങോട്ട് നോക്ക്. നമ്മുടെ ടീമിന്റെ 3 ബെസ്റ്റ് പ്ലേയേഴ്സ് മോണ്ടി, ബിന്നി പിന്നെ വിക്രം ചേട്ടനെ കാണാനില്ല. നിങ്ങൾ എല്ലാവരും ആദ്യം ഈ ചിരിയൊന്ന് നിർത്തൂ. എന്നിട്ട് വേഗം പറയൂ, ആ 3 പ്ലേയേഴ്സ് എവിടെയാണുള്ളത്? രാജേഷ്, ചന്തു, എന്തെങ്കിലും ഒന്ന് പറയേ. ഇവരിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടാ ഒന്നും പറയാൻ പറ്റാത്തത്. ഒരു കാര്യം ചെയ്യ്, സിംബോളിക് ആയിട്ട് കാര്യം പറയേ. സൂപ്പർ സ്പീഡോ, ഫോളോ ദം. ഓ നോ കിക്കോ, റോക്കറ്റിന് ഒരുപാട് ഡാമേജ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ ഓട്ടോ റിപ്പയർ ചെയ്തോ. അതുവരെ ഞാൻ അവരെ കാര്യം നോക്കിക്കോളാം. നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഞാൻ ആ ഗ്ലൈഡേഴ്സിന്റെ മുകളിൽ ചാടി കയറിയേ പറ്റൂ. ആദ്യം ഈ ഗ്ലൈഡർ പറപ്പിക്കുന്നവനെ വേണം പിടിക്കാൻ. കിക്കോ, ഇപ്രാവശ്യം നീ വലിയൊരു ഗ്യാങ്ങിന്റെ കൂടെയാണ് ഏറ്റുമുട്ടുന്നത്. ഇതൊന്നും സാധാരണ ഗ്യാങ് അല്ല. ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. പക്ഷെ അതിനു മുമ്പ് ഈ 3 പ്ലേയേഴ്സിനെ ഞാനൊരു വഴിയാക്കും. അവരെ എല്ലാരും വലിച്ചെറിഞ്ഞേക്ക്. ബഡി, ഫോർമുല നമ്പർ 10 യൂസ് ചെയ്ത് എല്ലാവരെയും രക്ഷിക്കുക. ഓക്കെ ബാഡി. ഷേടാ, ഇതെല്ലാം സ്റ്റാച്യൂസ് ആണല്ലോ. ഒറിജിനൽ പ്ലേയേഴ്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ചിലരെ രക്ഷിച്ചില്ലേ? അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡമ്മീസ്. ഇതൊക്കെ ഡമ്മിയാണെങ്കിൽ അപ്പൊ ആ 3 പ്ലേയേഴ്സ് എവിടെ പോയി? കരയിക്കും, ചിരിപ്പിക്കും എന്റെ ഗൺ. ചാൻസ് കിട്ടിയാൽ ഞാൻ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ക്രിക്കറ്റ് മാച്ചിന്റെ ഫൈനൽസ് കഴിയുന്നത് വരെ ഒരു കാരണവശാലും ഇവര് പുറത്തേക്ക് പോരുത്. എന്ന് വെച്ചാൽ അവർ നമ്മളെയൊക്കെ ചിരിപ്പിച്ച് കരയിപ്പിച്ച് നമ്മളെയൊക്കെ മണ്ടനാക്കിയിട്ട് അവർ നമ്മുടെ 3 ബെസ്റ്റ് പ്ലേയേഴ്സിനെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. മമ്മി, ഇനി നമ്മൾ അവർ 3 പേരുമില്ലാതെ ഫൈനൽ മാച്ചിൽ എങ്ങനെയാണ് വിജയിക്കുക? എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു കാര്യം യെല്ലോ സിറ്റി ടീമിലെ ആരെങ്കിലും ആയിരിക്കും ചെയ്തത്. കാരണം നമ്മൾ നാളെ ആ 3 പ്ലേയേഴ്സ് ഇല്ലാതെ ഫൈനൽ മാച്ച് കളിച്ചാൽ അവർക്ക് നമ്മളെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. ഡയമണ്ട് ട്രോഫി സ്വന്തമാക്കുകയും ചെയ്യും. അയ്യോ കീക്കോ, നീ പറഞ്ഞ വളരെ ശരിയാണ്. പക്ഷെ യെല്ലോ സിറ്റിയുടെ ടീമില് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ ഉള്ളത്? എനിക്ക് തോന്നുന്നത് ഇതാ യെല്ലോ സിറ്റിയുടെ ക്യാപ്റ്റൻ ബോബിന്റെ പണിയായിരിക്കും. അതെ അതെ, എനിക്കും അത് തന്നെ തോന്നുന്നത്. സംശയം എനിക്കുമുണ്ട് ഡോഡോ.
പക്ഷേ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ കീക്കോ, ഫൈനൽ മാച്ച് നാളെയാണ്. മാച്ച് നാളെ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ തേടി കണ്ടെത്തി കൊണ്ടുവന്നേ പറ്റൂ. വേഗം വാ സൂപ്പർ സ്പീഡോ, നമുക്ക് ചെന്ന 3 പ്ലേയേഴ്സിനെ തേടി കണ്ടെത്താം. യെസ് കീക്കോ. ഹ്. ഒരു മിനിറ്റ് സൂപ്പർ സ്പീഡോ, ദേ അങ്ങോട്ട് നോക്ക്. നമ്മൾ അവരുടെ ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞെന്നാ തോന്നുന്നേ. അവിടേക്ക് വന്ന കിഡ്നാപ്പേഴ്സ് ഇല്ലേ, അവരുടെ കൈവശം ഇതേപോലത്തെ ഗ്ലൈഡേഴ്സ് ഉണ്ടായിരുന്നു. യു ആർ റൈറ്റ് ബ്രോ. വരൂ നമുക്ക് താഴേക്ക് ചെന്ന് നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ശരി വാ, നമുക്ക് ബിൽഡിങ്ങിനകത്ത് ചെന്ന് നോക്കാം. ബഡി, നീ ഫോർമുല നമ്പർ 139372245 ഉപയോഗിച്ച് ഇവരെ നിർത്ത്. അപ്പോഴേക്കും ഞാൻ ബിൽഡിങ്ങിനകത്ത് ചെന്ന് നോക്കിയിട്ട് വരാം. നോ പ്രോബ്ലം ബഡി. നീ പറഞ്ഞ ഈ 3 ഫോർമുല ഉപയോഗിച്ച് ഞാൻ ഇവന്മാരെ ചട്നി ആക്കിയേക്കാം. ഒരൊറ്റത്തട്ടിന് എല്ലാവരെയും തകർത്ത് തരിപ്പണമാക്കി. ഇനി CCTV ഫുട്ടേജ് സ്കാൻ ചെയ്ത് നോക്കട്ടെ. സമ്മതിച്ചിരിക്കുന്നു കിക്കോ, നീ ശരിക്കും ഒരു ധീരൻ തന്നെയാണ്. പക്ഷെ എന്റെ അത്രയും വരില്ല. നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. കീക്കോ, ഞാൻ ഈ ഹോട്ടലിന്റെ CCTV ഫുട്ടേജ് ഒക്കെ സ്കാൻ ചെയ്തു. യെല്ലോ സിറ്റിയുടെ ടീം അവിടെയാണ് താമസിച്ചിരുന്നത്. എനിക്ക് അവിടെ നിന്ന് എന്താ കിട്ടിയെന്നറിയോ? എന്ത് പറ്റി സൂപ്പർ സ്പീഡോ? നീ എന്നെയും എന്റെ ടീമിനെയും എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ബോബ്, നീ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇപ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയത് ബോബല്ല, നീ തന്നെയാണ്. എന്ന് വെച്ചാ? കോച്ച്, ഇനി നിങ്ങൾ അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സൺസിറ്റിയുടെ ബെസ്റ്റ് 3 പ്ലേയേഴ്സിനെ കിഡ്നാപ്പ് ചെയ്യാൻ കാരണം നിങ്ങളാണ്. പിന്നെ ആ മാസ്ക്മാൻ വേറെ ആരുമല്ല, അത് നീ തന്നെയാണ്.
ചിരിപ്പിക്കും കരയിക്കും എന്റെ ഗൺ. ചാൻസ് കിട്ടിയ വളരെ ഈസിയായി ഞാൻ രക്ഷപ്പെട്ടോടും. കേക്കോ, നീ എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചു. വലിയൊരു തെറ്റാണത്. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ചിരിപ്പിക്കും കരയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിപ്പിക്കും ഞാൻ. കേക്കോ, പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ രണ്ടുപേരെയും കുരങ്ങ് കളിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ഇതാ വരുന്നു എന്റെ ഫ്ലൈ ബുള്ളറ്റ്സ്. ഇത് നൈട്രജൻ കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റ്സ് ആണ്. ഇത് ഏത് വണ്ടിയുടെ ടയറിൽ ഫിറ്റ് ചെയ്താലും ഇത് പിന്നെ കാറ്റിൽ പറക്കാൻ തുടങ്ങും. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 49. ആ കോച്ചിനെ ഫോളോ ചെയ്യേ. All right, bro. Here we go. ഇപ്പൊ രണ്ടിലൊന്നറിയാം. നീ എങ്ങനെ എന്നെ തടഞ്ഞു നിർത്തുന്നെന്ന് നോക്കട്ടെ. ആ കോച്ചിന്റെ കയ്യിലുള്ള ട്രോഫി വീണ്ടെടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 77. എതിരിൽ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ മുൻപിൽ വന്ന് വീട് കിടക്കുന്നത് കണ്ടില്ലടാ. എന്ന് വെച്ചാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്.